ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയും. പക്ഷേ 8ാം ക്ലാസ് വരെ മാത്രം പഠിച്ച ഇന്നസെൻ്റ് ഏട്ടൻ്റെ ജീവിതത്തിൽ നിന്നുമുള്ള ഒരേട് ഇന്ന് സ്റ്റേറ്റ് സിലബസിൻ്റെ പാഠപുസ്തകത്തിലുണ്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വിജയമാണ്. പഠിക്കാൻ കൊടുക്കുന്നു. പല ക്യാൻസർ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരും വരുന്ന പുതിയ രോഗികൾക്ക് പ്രിസ്ക്രിപ്ഷൻ്റെ കൂടെ ബുക്ക് സ്റ്റാളിലേക്കും കൂടെ ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുന്നു. ഈ ബുക്ക് മേടിച്ചൊന്ന് വായിക്കൂ എന്ന് പറയുന്നു. മാത്രമല്ല എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്, അത് ഇന്നസെൻ്റ് ഏട്ടനിൽ നിന്ന് തന്നെ നാട്ടുകാർ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ക്യാൻസർ വാർഡിലെ ചിരി ഇന്ന് എത്ര ഭാഷകളിലേക്ക് പോയിട്ടുണ്ട്? ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്ന പുസ്തകം ഈ പറഞ്ഞതുപോലെ ക്യാൻസർ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പണിയില്ലാതെ വീട്ടിലിരിക്കുകയാണല്ലോ. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നി എന്തെങ്കിലും ഇതിനെപ്പറ്റി എഴുതണം. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും അവനവൻ്റെ രോഗത്തെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കും അത് താല്പര്യമില്ലാത്ത കാര്യമാണ്. അപ്പം എൻ്റെ വീട്ടിലെൻ്റെ വൈഫ്, ആ വൈഫിൻ്റെ അടുക്ക ഇപ്പോൾ ഇത് കേട്ടാൽ അവൾ എന്നെ കൊല്ലും. വൈഫിൻ്റെ അടുത്ത് ആരെങ്കിലും അല്ല ആലീസ് എന്താ കാലിൻ്റെ മുട്ടിനൊരു വേദന എന്ന് കേട്ടെ, എന്തായി? ഒരു കലക്ക. പിന്നെ ഈ മുട്ടിൻ്റെ വേദന എങ്ങനെയുണ്ടായി, പിന്നെ അതിങ്ങനെയാണ്, ഇതൊന്നും ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യമില്ല. അവർ വെറുതെ ഒരു സുഹൃത്ത്. അപ്പം ഞാൻ അതിന് ഉള്ളൊരു പ്രതിവിധിയാണ്. ക്യാൻസർ എന്ന് പറയുന്ന രോഗം എനിക്ക് വന്നപ്പോൾ എൻ്റെ അതിനെ കാണുന്ന ആളുകൾ, ചില ആളുകൾ വന്ന് പറയുന്നുണ്ട്, വന്നതിന് ശേഷം പറയും ഇപ്പം എങ്ങനെയുണ്ട്, ഇപ്പം കുഴപ്പമില്ല. ഞാൻ പറയും കുഴപ്പമില്ല, എന്തായിരുന്നു ഉണ്ട്. ഞാൻ പറഞ്ഞു എനിക്കൊരു ചെറിയൊരു വേദന ഇവിടെ ഉണ്ടായിരുന്നു, പിന്നീടാണിത് ക്യാൻസർ എന്നുള്ളതായത്. ഇപ്പോൾ കുഴപ്പമില്ല. എന്തേ ചോദിച്ചേ? നമ്മൾ വല്യമ്മയുടെ മകനില്ലേ, എൻ്റെ വല്യമ്മയുടെ മകൻ ചന്ദ്രൻ. ചന്ദ്രൻ ഇങ്ങനെ തന്നെയായിരുന്നു. കീമോ കഴിഞ്ഞു, പിന്നെ വേദനയില്ലാന്ന് തോന്നി, 3ാമത്തെ ദിവസം അവൻ പോയിരുന്നു. അപ്പം എൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ, ഇനി എനിക്ക് 1 ദിവസമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ രോഗികളോട് എങ്ങനെ പെരുമാറണം, രോഗമില്ലാത്തവർ അത് മനസ്സിലാക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്ന പുസ്തകത്തിലുള്ളത്. ആ പുസ്തകം അത് കഴിഞ്ഞതിന് ശേഷം മാതൃഭൂമിയാണത് ഇത് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം ആ പുസ്തകം മലയാളത്തിൽ ക്യാൻസർ വാർഡിലെ ചിരി, പിന്നീട് തമിഴിൽ ആ പുസ്തകം ഇറങ്ങി. അതിൻ്റെ പേര് സിർപ്പിനിൽ കരഞ്ചത് ക്യാൻസർ. അത് കഴിഞ്ഞ് പിന്നെ അത് കന്നഡത്തിലിറങ്ങി, സാവിന മനയെ കഥക തട്ടി മരണം വാതുക്കൽ വന്ന് മുട്ടി എന്നാണ്. അതുപോലെ പിന്നെ ഇംഗ്ലീഷിൽ ലോഫിങ് ക്യാൻസർ എവേ ഇംഗ്ലീഷിലിറങ്ങി. ഹിന്ദിയിൽ ക്യാൻസർ വാർഡ് കഹസി, ക്യാൻസർ വാർഡിലെ ചിരി, അത് ഇറ്റാലിയൻ ഭാഷയിൽ ഇപ്പം ഇറങ്ങിയിരിക്കുകയാണ്. ഇതിനൊക്കെ പുറമെ ഇപ്പം ഞാൻ ഒരു MP ആയി, സിനിമാ നടനായി. നമ്മൾ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വലിയ കാര്യം എൻ്റെ മനസ്സിലുള്ളത്, ഞാൻ പഠിച്ച അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ഇന്ന് കേരളത്തിലെ ഈ പറഞ്ഞ സ്റ്റേറ്റ് സിലബസിൽ 5ാം ക്ലാസ്സിൽ ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്ന ഒരു പാഠമാണ്. ആ 5ാം ക്ലാസ്സിൽ 3 കൊല്ലമാണ് ഞാൻ പഠിച്ചത്. അപ്പം ഇപ്പോൾ ചില സ്കൂളുകാർ എന്നെ വിളിക്കും, വന്നൊന്ന് ക്ലാസ് എടുക്കണം. എൻ്റെ ഒരു മനസ്സിലെ സന്തോഷമാണ് കുറച്ച് നേരം ഒരു മാഷാവുക എന്നുള്ളത്. ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് പറയും, ഓൾ സ്റ്റാൻഡപ്പ്, സിറ്റ് ഡൗൺ, ഓൾ സിറ്റ് ഡൗൺ, സൈലൻസ്. എന്നിട്ട് ഞാൻ ഈ ക്ലാസ് എടുക്കും. അപ്പം എൻ്റെ വൈഫ് അവിടെ അങ്ങനെ സ്റ്റാൻഡപ്പും പറയേണ്ട കാര്യമില്ല, സൈലൻസും പറയേണ്ട കാര്യമില്ല, പിള്ളേരും മിണ്ടാതിരിക്കുക. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ അതുവരെ നമുക്ക് സാധിച്ചു. അതിനൊക്കെ ദൈവത്തിനോട് നന്ദി പറയാൻ എന്ന് മാത്രമേ.